വീണ്ടും കാസർഗോഡ് എരിഞ്ഞിപ്പുഴയിലെ അപകടത്തെക്കുറിച്ചാണ്. കുളിക്കാനിറങ്ങിയ 3 കുട്ടികൾ മരിച്ചു. 13-കാരനായ സമദിന്റെ മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നു. യാസിൻ, റിയാസ് എന്നിവരുടെ മൃതദേഹം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. സാരംഗ് സുരേഷ് വിവരങ്ങൾ നൽകും. സാരംഗ്, 3 കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഈ കുട്ടിയുടെ മൃതദേഹം ഏത് ഭാഗത്തു നിന്നാണ് ലഭിച്ചത്? നടപടികൾ ഇനിയും മുന്നോട്ട് എങ്ങനെയായിരിക്കും? ദിവിഷ്, നേരത്തെ യാസിന്റെ മൃതദേഹം കണ്ടെത്തിയ പ്രദേശത്ത് നിന്ന് ഏതാനും മീറ്ററുകൾ അകലിൽ നിന്നാണ് ഇപ്പോൾ സമത്തിന്റെ മൃതദേഹം സ്കൂൾ ഡൈവിംഗ് സംഘത്തിന് കണ്ടെടുക്കാൻ സാധിച്ചത്. നേരത്തെ കുളിക്കടവിൽ നിന്ന് ഏതാനും മീറ്ററുകൾ തന്നെ നമുക്ക് പറയാം. കാസർഗോഡ് എരിഞ്ഞിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ 3 കുട്ടികൾ മുങ്ങി മരിച്ചു. 17-കാരനായ യാസിൻ, റിയാസ്, സമദ് 13 വയസ്സുള്ള 2 കുട്ടികൾ, അങ്ങനെ 3 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇവരുടെ കുട്ടികളുടെ ഉമ്മ കൂടി ഈ സമയത്തുണ്ടായിരുന്നു. അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. വളരെ കുറച്ച് 1-2 മണിക്കൂറോളം നീണ്ട തെരച്ചിലിനൊടുവിലാണ് 2 കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത്. ആദ്യം തന്നെ 17-കാരൻ്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. അവിടെ അടിയൊഴുക്കും കയങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അല്പം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു പരിശോധന തന്നെ. ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ സജീവമായ ശ്രമത്തിനൊടുവിലാണ് 3 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. നേരത്തെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ തന്നെ സ്ഥലത്തെത്തി ഈ രക്ഷാദൗത്യത്തിന് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ അവിടെ മുന്നിട്ട് നിന്നിരുന്നു. സാരംഗ്, ശബ്ദം വ്യക്തമാണെന്ന് തോന്നുന്നു, പറയാം. ഹലോ 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 പറഞ്ഞോളൂ സാരംഗ്. ഹലോ 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 ആരെ ഞാൻ നേരത്തെ പറഞ്ഞത്. ഹലോ ഹലോ ശരി, സാരംഗിന് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാസർകോട്ടെ എരിഞ്ഞിപ്പുഴയിലാണ് ഇന്ന് ഉച്ചയോടുകൂടി ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത്. 3 കുട്ടികൾ ബന്ധുവീട്ടിൽ വന്നതായിരുന്നു. കുട്ടികൾ അവിടെ കുളിക്കാൻ ഇറങ്ങി. അപ്പോൾ ഒരാൾ അപകടത്തിൽപ്പെടുന്നു. പിന്നാലെ മറ്റു 3 പേർ, കുട്ടികളുടെ ഉമ്മ അപകടത്തിൽപ്പെട്ടു. അവരെ വേഗത്തിൽ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. 17 വയസ്സുള്ള ഒരു കുട്ടിയും 13 വയസ്സ് വീതമുള്ള 2 കുട്ടികളുമാണ് അപകടത്തിൽ മരിച്ചത്. സാരംഗ്, കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു, പറയാം. ഇവിടെ കുറച്ച് മാറിയാണോ 3ാമത്തെ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്? 3 പേരെയും മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയോ? എപ്പോൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും? അപ്പുറത്തെ വീട്ടിലാണ്. ദിവിഷ്, ഇപ്പോൾ 3ാമത്തെ കുട്ടിയായ സമദിന്റെ മൃതദേഹം നേരത്തെ യാസിന്റെ മൃതദേഹം കിട്ടിയ പ്രദേശത്തിന് നിന്ന് ഏതാനും മീറ്ററുകൾക്ക് അകലെ നിന്നാണ് കണ്ടെത്താൻ സാധിച്ചത്. പാറക്കെട്ടുകൾക്കടിയിലേക്ക്, പുഴയുടെ അടിത്തട്ടിലുള്ള പാറക്കെട്ടുകൾക്കിടയിൽ കുടുങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു. ആ സമയത്ത് ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് സംഘമാണ് താഴത്തേക്ക് ഡൈവ് ചെയ്ത് മൃതദേഹം കണ്ടെടുത്തത്. നേരത്തെ പ്രാദേശികമായി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇവിടെ നേരത്തെ രക്ഷാ ദൗത്യം നടത്തിയിരുന്നു. പക്ഷേ അവർക്കൊന്നും തന്നെ താഴത്തേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. പുഴയിൽ കനത്ത അടിയൊഴുക്കുണ്ടായിരുന്നു. ആ സമയത്താണ് കൂടുതൽ സ്കൂബ ഡൈവിംഗ് സംഘാംഗങ്ങൾ ഇവിടെ എത്തിയത്. ഫയർഫോഴ്സിനെ നേരത്തെ മന്ത്രി തന്നെ നേരിട്ട് ഇവിടെ എത്തി നിർദ്ദേശം നൽകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. മാത്രമല്ല ഇവിടെ ഇത്തരത്തിൽ ഒരു അപകട മേഖലയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ബോർഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഈ പുഴയുടെ നേരെ മറുകരയിലാണ് അത്തരത്തിലൊരു ബോർഡ് സ്ഥാപിക്കപ്പെട്ടത്. കാരണം ജനവാസ മേഖലയുടെ ഭാഗത്തു നിന്നുള്ള കരയിലൂടെയാണ് കുട്ടികൾ പുഴയിലേക്ക് താഴത്തേക്ക് ഇറങ്ങിച്ചെന്നത്. അപ്പോൾ അവിടെ നിന്ന് കുട്ടികൾ ആദ്യം അപകടത്തിൽപ്പെടുന്നു. കുട്ടികൾ നിലവിളിക്കുന്ന ശബ്ദം കേട്ട് ഒരു കുട്ടിയുടെ മാതാവ് അവിടേക്ക് എത്തുന്നു. അവർക്കും കുട്ടികളെ രക്ഷിക്കാനായില്ല. പിന്നീട് അവരും അപകടത്തിൽപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അവിടെ നാട്ടുകാർ ഓടിക്കൂടിയെത്തിയാണ് അവിടെ ആ സ്ത്രീയെ അവിടെ നിന്ന് അപകടമുനമ്പിൽ നിന്ന് രക്ഷിച്ചത്. പക്ഷേ കുട്ടികളെ അവിടെ നിന്ന് അവർക്ക് രക്ഷിച്ചെടുക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ 3 കുട്ടികളുടെ മൃതദേഹവും ചെർക്കളയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മന്ത്രി തന്നെ നേരിട്ടെത്തി ഇവിടെ നാട്ടുകാർക്ക് കൊടുത്ത ഉറപ്പ് എന്നത് എത്രയും പെട്ടെന്ന് തന്നെ മറ്റ് നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട്, നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് മൃതദേഹം കുടുംബത്തിന് അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു നൽകുമെന്നുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അപകടങ്ങൾ അവധിക്കാലത്ത് പെരുകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതേ സമയം തന്നെ കണ്ണൂർ ഇരിട്ടിയിലും സമാനമായ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അവധിക്കാലങ്ങൾ അപകടരഹിതമാക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് സർക്കാർ കടക്കാൻ പോകുന്നു എന്ന ഒരു സൂചന കൂടി നേരത്തെ മന്ത്രി പറയുകയുണ്ടായി. ഇനി അതുപോലെ തന്നെ കാസർഗോഡുമായി സംബന്ധിച്ച ജലാശയങ്ങളിലെ അപകട മേഖലകൾ തിരിക്കുന്ന ഒരു നടപടികളിലേക്ക് കടക്കുമെന്നുള്ള ഒരു ഉറപ്പ് നേരത്തെ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും അവധിക്കാലം ആഘോഷിക്കാൻ ബന്ധുവീട്ടിലേക്ക് വന്ന കുട്ടികൾക്കാണ് ഇപ്പോൾ ദാരുണമായ ഒരു അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. 3 പേരും വളരെ ചെറിയ കുട്ടികളാണ്. ഒരാൾക്ക് 17 വയസ്സും മറ്റു 2 പേർക്ക് 13 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവരുടെ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ആ വീട്ടുകാർക്കും നാട്ടുകാർക്കും താങ്ങാനാവാത്ത ദുഃഖമാണ് ഇപ്പോൾ ഉണ്ടായത് എന്ന് നമ്മൾക്ക് യാതൊരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും. ദിവിഷ്, പൂജ.